വെൽക്കം ബാക്ക് ടു മോട്ടോറിസം. അപ്പോൾ നമ്മൾ ഡൽഹിയിൽ നിന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 2018 4x4 ഓട്ടോമാറ്റിക് ഫോർച്യൂണർ, അതേപോലെ തന്നെ 2017 4x2 ഓട്ടോമാറ്റിക് ഫോർച്യൂണർ, വെറും 73,000 കിലോമീറ്ററോടെ സിംഗിൾ ഓണർ നോ റീപ്ലേസ്മെൻറ്റ് വണ്ടിയാണ്. ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വാഹനം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ 1, 2 ഒരു ക്രിസ്റ്റ സെഡ് ഓട്ടോമാറ്റിക്, ഈ ഒരു 3 വാഹനങ്ങളുടെ ഡീറ്റെയിൽസാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. തീർച്ചയായിട്ടും ആദ്യമായിട്ടൊക്കെ മോട്ടോറിസത്തിൻ്റെ ചാനലിൽ വീഡിയോ കാണുന്ന ആളുകളുണ്ടാവും. ചാനലൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഈ ഒരു വാഹനങ്ങളുടെ വീഡിയോ ഒക്കെ ചെയ്യുന്നതിൽ എന്തെങ്കിലും നമ്മൾ പറയാൻ വിട്ടതോ പോയതൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ ഓർമ്മപ്പെടുത്തുക. വാഹനത്തിൻ്റെ വില അടക്കം നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. നമ്മളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉള്ള കാര്യങ്ങളെല്ലാം തുറന്ന് കാണിച്ചു തരുന്നൊരു സിസ്റ്റത്തിലാണ് നമ്മൾ വീഡിയോ ചെയ്യൽ. വാഹനത്തിൻ്റെ ന്യൂനതയും അതുപോലെ തന്നെ വാഹനത്തിൻ്റെ നന്മയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, വീഡിയോയിൽ പറയാറുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ എവിടെയാണ് മോട്ടോറിസം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി കീഴ്ശ്ശേരി സെക്കൻഡ് സൗത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ ഡിസ്റ്റൻസാണ് നമ്മളെ ഈ ഒരു സ്ഥലത്തേക്കുള്ളത്. മോട്ടോറിസം എന്ന് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ലൊക്കേഷൻ അവൈലബിൾ ആവണമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു 2017 മോഡൽ 4x2 ഓട്ടോമാറ്റിക് വാഹനം പരിചയപ്പെടാം. ഇതിൻ്റെ ഒരു ഇൻസൈഡും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു വാഹനം 1,20,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. വണ്ടിൻ്റെ ഇൻസൈഡ് ഉള്ള ഒരു വൃത്തി എന്ന് പറഞ്ഞാൽ നീറ്റ് വണ്ടി. ഒരു LCD ഒക്കെ നമുക്ക് മാറ്റിയിട്ട് ഫുൾ ടച്ച് സ്ക്രീൻ ആക്കിയിട്ടുണ്ട്. AC കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ടച്ച് സ്ക്രീനിലാണ് ഇതിൽ വരുന്നത്. ഇത് ഓണർ തന്നെ അപ്ഡേറ്റ് ചെയ്തതാണ്. സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് വൃത്തിയിൽ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഡാഷ്ബോർഡിലോ കാര്യങ്ങളൊന്നും വൃത്തികേടായിട്ടില്ല. സീറ്റ് കവർ മുഷിഞ്ഞിട്ടില്ല. ബാക്കാണെന്നുണ്ടെങ്കിലും ഇൻസൈഡ് ഇൻറ്റീരിയർ അത്യാവശ്യം നല്ല വൃത്തിയിൽ നിൽക്കുന്നുണ്ട്. വണ്ടി വന്ന കണ്ടീഷനിലാണ്. ഇൻറ്റീരിയർ വാഷോ പോളിഷിങ്ങോ ഒന്നും ചെയ്തിട്ടില്ല. ആ വന്ന കണ്ടീഷനിൽ തന്നെയുള്ള ഫോട്ടോ വീഡിയോസാണ്. കാരണം ഒന്നും ചെയ്യാനല്ല കാര്യമായിട്ട് വണ്ടി മേഖ, അത്രയും വൃത്തിയിൽ തന്നെ വണ്ടി ഉണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ കാര്യം 4 ടയറും പുതിയ ടയറായിട്ട് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത്. പുതിയ ടയറോട് കൂടിയിട്ടാണ് വാഹനം അവിടുന്ന് വന്നപ്പോൾ തന്നെ ഓണർ അടുത്ത് നിന്ന് എടുക്കുമ്പോൾ തന്നെ പുതിയ ടയറോട് കൂടിയിട്ടാണുള്ളത്. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് വണ്ടിയുടെ. ഈ ഒരു വണ്ടിക്കുള്ള ചെറിയൊരു മൈന്യൂട്ട് അപാകത എന്ന് പറഞ്ഞാൽ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ആണ്. ഡൽഹി വാഹനങ്ങളെ സംബന്ധിച്ച് മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഒരു അപാകതയായിട്ട് നമ്മൾ കാണേണ്ട കേസില്ല. വേറെ ബോണറ്റോ കാര്യങ്ങളോ ഒന്നും ചെറിയ പ്രശ്നങ്ങൾ പോലും ഇല്ല. അത്യാവശ്യം നീറ്റ് വണ്ടി. വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞത് 20,80,000 രൂപ നെറ്റ് പ്രൈസാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. 20,80,000 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു വാഹനം ക്ലോസ് ചെയ്യാൻ പറ്റും. ഇൻഷുറൻസ് വാലിഡ് ആണ്. 4 ടയറും പുത്തൻ ടയറാണ്. 2017 മോഡൽ സെക്കൻഡ് RC ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനം. അപ്പം ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് പരിചയപ്പെടാൻ പോകുന്നതാ ഒരു കിണ്ണം കച്ചി സാധനം. ഇത് 2018 മോഡലാണ്. സിംഗിൾ ഓണറാണ്. ഇതിൻ്റെ ടയർ കുറച്ചൊന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ടയറിൻ്റെ വലിപ്പം കൂട്ടിയിട്ടുണ്ട്. അലോയ് ഇമ്പോർട്ടഡ് അലോയ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഒരു റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളുമില്ല. PPF ചെയ്തിട്ടുണ്ട് വാഹനം. 4 ടയറും പുതിയ ടയർ. ആ ടയറും ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്താൽ 4 ടയറും പുതിയ ടയർ, പുത്തൻ ടയർ. അതായത് ജസ്റ്റ് ഫിറ്റിംഗ് ആണ്, യൂസ് ചെയ്തിട്ട് തന്നെ അല്ല എന്ന് പറയാം. അത്രയും പുതിയ ടയർ. പിന്നെ വാഹനത്തിൻ്റെ ഇൻസൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും അപ്പുറത്തൂടെ വരും. ഇൻസൈഡിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നീറ്റ് വണ്ടി. ഒക്കെ ആ ഒരു ഒറിജിനൽ തന്നെ നിൽക്കുന്നുണ്ട്. ഒരു ചെറിയ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഉള്ളിൽ വന്നിട്ടില്ല. വാഹനം വെറും 73,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. പിന്നെ 4 വീലാണ് വണ്ടി വരുന്നത്. ഇതിൻ്റെ 4 വീലിന് വരുന്നത് കൺട്രോളിങ് വരുന്നതാ നമുക്ക് പഴയ ടൈപ്പ് 2-ലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കുട്ടി ഗിയറാണ് വരിക. പക്ഷേ ഇതിന് നമുക്കിവിടെ സ്വിച്ചാണ് വരുന്നത്. ഇതിൽ ഉണ്ടോ ഈ ഒരു രീതിയിലാണ് വരുന്നത്. പിന്നെ ഫുൾ ഓപ്ഷൻ വാഹനമാണ്. ഈ ഒരു വാഹനത്തിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 24,40,000 രൂപയാണ്. ചെറിയൊരു മാറ്റമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഓൺ ടേബിളിൽ ഫൈനൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു വാഹനത്തുമ്മൽ വണ്ടി നീറ്റ് വണ്ടി, ഒന്നും നോക്കാനല്ല. എടുക്കുന്ന ആളുകൾക്ക് ഒരു ഉറുപ്പ്യൻ്റെ കേസില്ല. സസ്പെൻഷൻ ഏകദേശം ഒരു 2 ഇഞ്ച് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. ഓഫ് റോഡിന് ചെക്കന്മാർക്ക് ഏത് മലയും കയറ്റാൻ പറ്റിയ വണ്ടി. അതിൽ നമുക്കെന്താ വെച്ചാൽ അതിൽ കമ്പനി വരുമ്പോഴുള്ള സസ്പെൻഷൻ ഫുൾ കിറ്റ് നമ്മൾ ഈ വണ്ടിൻ്റെ കൂടെ ആരാണ് എടുക്കുന്നത് അവർക്ക് കൊടുക്കും. എടുക്കുന്ന ആൾ സെക്കൻഡ് ഓണർഷിപ്പിലായിരിക്കും വരിക. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം
വാഹന പ്രേമികൾക്ക് അതായത് 4 വീൽ ഓഫ് റോഡൊക്കെ കമ്പക്കാർക്ക് പറ്റിയ വണ്ടി, സാധാരണക്കാർക്കും പറ്റും, ആർക്കും ഉപയോഗിക്കാം. അപ്പം ഈ ഒരു വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നത് 24,40,000 രൂപ. താഴെ കാണുന്ന നമ്പറിൽ വിളിക്കും. നെക്സ്റ്റ് നമുക്ക് പരിചയപ്പെടാനുള്ളതാ ഒരു 2016 നവംബർ മോഡലുള്ളൊരു വണ്ടി. സെഡ് ഓട്ടോമാറ്റിക് ആണ്. 1,80,000 കിലോമീറ്റർ കേരളത്തിലേക്ക് നമ്പറായിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഇപ്പോൾ വണ്ടി ഉള്ളത്. ഈ ഒരു വാഹനത്തിന് 4 ടയർ യോക്കോഹാമയുടെ പുതിയ ടയറാണ്. 4 ടയറും പുത്തൻ ടയർ. ഇൻഷുറൻസ് വാലിഡാണ്. അത്യാവശ്യം വണ്ടിൻ്റെ ഷേപ്പ് ന്യൂ ഷേപ്പിലേക്ക് ഇവിടെ എത്തിയതിന് ശേഷം കമ്പനിയിൽ നിന്ന് ചെയ്തതാണ് ന്യൂ ഷേപ്പിലേക്ക് വണ്ടി മാറ്റി. പിന്നെ ഇവിടെ ഓക്കെ, അപ്പം ന്യൂ ഷേപ്പിലേക്ക് വണ്ടി മാറ്റി. വണ്ടിന് ഇൻസൈഡ് ആണെന്നുണ്ടെങ്കിലും നല്ല വൃത്തിയുള്ള നീറ്റ് വണ്ടി. ഒരു വാഹനത്തിന് ചെറിയൊരു കേസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിക്ക് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഡിക്കി നമ്മൾ പിന്നെ കമ്പനി തന്നെ ഹിസ്റ്ററിയിലുണ്ട്. ചെറിയൊരു പിന്നെ തട്ടെന്തെങ്കിലും തന്നെ ആയിരിക്കും. ഇവിടെ പുതിയ പേസ്റ്റ് കമ്പനി തന്നെ ഇട്ട പേസ്റ്റാണ്. അപ്പം വണ്ടിന് ഇൻസൈഡ് ഒന്ന് കാണിച്ചെടുക്കാം. ഉള്ള നീറ്റ് വണ്ടിയാണ്. വണ്ടി ഒരു വൃത്തികേടുമില്ല. വണ്ടി അത്യാവശ്യം നല്ല, ഇവിടെ എത്തിയതിന് ശേഷം ഏകദേശം മോണർ ഒരു പിന്നെ 1.5 ലക്ഷം റുപ്യേൻ്റെ അപ്ഡേഷൻ കമ്പനിയിൽ കയറ്റിയിട്ട് ചെയ്തിട്ടുണ്ട്. ടയറൊക്കെ പുത്തൻ ടയർ. എടുക്കുന്ന ആൾക്ക് ഇനി ഒരു 40,000 കിലോമീറ്റർ ഓടിയിട്ട് ടയർ നോക്കിയാൽ മതി. അപ്പം ഈ ഒരു വാഹനം നമ്മളൊരു ഓഫർ പ്രൈസിലാണ് കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ മുന്തിരി കളറാണ്. അത്യാവശ്യം നല്ല ടോപ്പ് വണ്ടി. നമുക്കൊരു 16,50,000 റുപ്യക്ക് ഈ ഒരു വണ്ടി ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതാ താഴെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് വിളിച്ചോളി. ഇതൊരു ഓഫർ പ്രൈസാണ്. ഇതും നമുക്ക് പ്രൈസ് മാറ്റം വരുത്താൻ ചെറിയ പ്രയാസം ഉണ്ടാവും. ഓഫർ പ്രൈസ് പറഞ്ഞാൽ കുറേ ആൾക്കാർ പിന്നെ വിളിച്ചിട്ട് തർക്കിക്കലൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെറിയ പ്രയാസം നമുക്കിത് റേറ്റ് മാറ്റം വരുത്താനുണ്ടാവും. വണ്ടി ടോപ്പ് ക്വാളിറ്റി, എൻജിൻ മെക്കാനിക്ക് അടിപൊളി. വണ്ടിക്ക് ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളോ മേജറായിട്ടോ ഒന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി. അപ്പം ആവശ്യക്കാരനെ വിളിക്കി. മോട്ടോറിസത്തിൽ നിന്ന് വാഹനം എടുക്കുന്ന ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഗ്യാരണ്ടി, നമ്മളടുത്തു നിന്ന് എടുക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും ഇല്ല. നമ്മൾ ആ ഗ്യാരണ്ടി ഉള്ള വാഹനങ്ങൾ, ഇപ്പോൾ ഈ കാണിച്ച 3 വാഹനങ്ങളും നമ്മൾ ആ ഗ്യാരണ്ടിയിലായിരിക്കും. 1 മന്ത് സർവീസ് വാറണ്ടിയും 1 വീക്ക് ചെക്കിംഗ് ഗ്യാരണ്ടി ഉണ്ടാവും. ചെക്കിംഗ് ഗ്യാരണ്ടിയിൽ നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കുറേ വാഹനത്തിൻ്റെ ക്വാളിറ്റി പറഞ്ഞിട്ടുണ്ട്. അത്രയും ക്വാളിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി തിരിച്ചു തരാം. അതാണ് 1 വീക്ക് ചെക്കിംഗ് ഗ്യാരണ്ടി. അതായത് ഹിസ്റ്ററി നമ്മൾ പറഞ്ഞിട്ടുള്ള ഗ്ലാസ് അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞത് ഉണ്ട് എന്ന് തെളിയിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ 1 മന്ത് നമ്മൾ പിന്നെ സർവീസ് വാറണ്ടി കൊടുക്കുന്നത് ഗിയർ ബോക്സ്, എൻജിന്. ഇതിന് നമുക്ക് എന്തെങ്കിലും മേജർ ഇഷ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർവീസ് കോസ്റ്റ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും. 3ാമതായിട്ട് നമ്മൾ കൊടുക്കുന്നത് NOC റീഫണ്ട് വാറണ്ടിയാണ്. NOC നമ്മുടെ അടുത്ത് നിൽക്കുന്ന വാഹനങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ NOC കിട്ടാത്ത പ്രയാസം വരികയാണെന്നുണ്ടെങ്കിൽ എടുത്ത പ്രൈസ് നിങ്ങൾക്ക് തിരിച്ചു വന്നിട്ട് വാഹനം നമ്മൾ തിരിച്ചെടുക്കും. അതാണ് നമ്മളെ ഗ്യാരണ്ടി. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ഒന്ന് ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കി. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ശുഭദിനം. താങ്ക് യു ഫോർ വാച്ചിങ്.